തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം അത് 4 മണിയോടെ പരിഹരിക്കും എന്നാണ് മന്ത്രി നേരത്തെ ഉറപ്പ് നൽകിയത്. ഇപ്പോൾ നാല് മണി ആകാൻ മിനിറ്റുകൾ മാത്രം ബാക്കി, 10 മിനിറ്റ് മാത്രമാണ് ബാക്കി. ആ പണികൾ ഏതാണ്ട് പൂർത്തിയാവാറായിട്ടുണ്ട്. പക്ഷേ ജലവിതരണം അത് പമ്പിംഗ് തുടങ്ങാൻ ഇനിയും ഒരു 1.5 മണിക്കൂർ കൂടി വൈകിയേക്കും എന്നൊരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. മേയർ തന്നെ ആ കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പലയിടങ്ങളിലായി രണ്ടാമതും പൈപ്പ് പൊട്ടി ചോർച്ചയുണ്ടായതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് ഇടയാക്കിയത് എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. പക്ഷേ 2 മന്ത്രിമാർ നൽകിയ ഉറപ്പും അത് പാഴാവുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 മണിക്ക് പമ്പിംഗ് തുടങ്ങുന്നില്ല. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഈ പ്രശ്നങ്ങൾ പൂർത്തീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിന് ശേഷമാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. ഇന്ന് വീണ്ടും ഈ പ്രശ്നം ഉണ്ടായപ്പോൾ റോഷി അഗസ്റ്റിൻ പറയുന്നു 4 മണിയോടുകൂടി എല്ലാം പരിഹരിക്കുന്നു. പക്ഷേ പമ്പിംഗ് തുടങ്ങുന്നില്ല. പണികൾ ഏതാണ്ട് പൂർത്തിയാവാറായിട്ടുണ്ട്. ഏതാണ്ട് 7 മണിയോടുകൂടി മാത്രമേ ഇപ്പോൾ വെള്ളം കിട്ടാത്ത ഇടങ്ങളിൽ വെള്ളം കിട്ടിത്തുടങ്ങൂ എന്നതാണ് അവസ്ഥ. ഏറ്റവും പ്രശ്നമായത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബദൽ സംവിധാനം, ബദൽ മാർഗത്തിലൂടെ കുടിവെള്ളം എത്തിക്കണമായിരുന്നു അധികൃതർ. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. വളരെ കുറച്ച് വെള്ളം മാത്രമാണ് പലർക്കും കിട്ടിയത്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ വഴിയില്ലാതെ വലഞ്ഞു എന്നാണ് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത്. നഗരത്തിന്റെ പല മേഖലകളിലേക്കും, പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ കൂടുതൽ ആളുകൾ താമസിക്കുന്ന വട്ടിയൂർക്കാവ്, ആറ്റുകാൽ മേഖലകളിലൊക്കെ തന്നെ ഈ വലിയ കുടിവെള്ള പ്രശ്നം ഉണ്ട്. അങ്ങനെ ജനങ്ങൾ വലയുന്ന കാഴ്ച കഴിഞ്ഞ 4 ദിവസമായി തുടരുകയാണ്. ഇപ്പോൾ അജീഷ് ജയകുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അജീഷ്, 4 മണിയോടുകൂടി പണി ഏതാണ്ട് പൂർത്തിയാകും എന്ന് മേയർ പറയുന്നു. അവിടുത്തെ തത്സമയ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുമുണ്ട്. ഷഫീദ് റാവുത്തർ അതിന്റെ അപ്ഡേറ്റ് തരികയും ചെയ്തു. പക്ഷേ പമ്പിംഗ് തുടങ്ങാൻ വീണ്ടും 1 മണിക്കൂർ കൂടി കഴിയും. അപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ, ഏതാണ്ട് 7 മണിയോടുകൂടി മാത്രമേ ആ മേഖലകളിലേക്കൊക്കെ തന്നെ വെള്ളം എത്തൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത്രയും സമയത്തേക്കുള്ള വെള്ളമൊക്കെ അവിടുത്തെ നാട്ടുകാരുടെ ഒക്കെ വീടുകളിലുണ്ടോ? അവരോടൊന്ന് ചോദിക്കാമോ? പ്രജിൻ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ ആറ്റുകാലിലെ ചില ഇടവഴികളിലാണ്. ഇവിടെ ഇപ്പോൾ കോർപ്പറേഷന്റെ ഈ കുടിവെള്ള ടാങ്കറുകൾ, ആ ടാങ്കറുകളിൽ എത്തിച്ച് ഓരോരോ വീടുകളിലേക്ക് ഇപ്പൊ കുടിവെള്ളം എത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആളുകൾ ആ വീടുകളിലൊക്കെ തന്നെ ഈ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുകയാണ്. ചേച്ചി, ഇപ്പം തൽക്കാലത്തേക്ക് ഇതുകൊണ്ട് അത്യാവശ്യം കഴിയുമല്ലേ? തൽക്കാലം ഇപ്പൊ അത്യാവശ്യം ആവും തോന്നുന്നു, അറിയത്തില്ല. നോക്കി ഇനി എത്ര ദിവസത്തേക്കാണ് ഇത് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഈ വെള്ളം മുടങ്ങിയതിനു ശേഷം ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ ടാങ്കർ ആദ്യമായിട്ട് അടിക്കുന്നത്. 4 ദിവസം ബാക്കിയുള്ള ദിവസമൊക്കെ എങ്ങനെയാ കഴിച്ചു കൂട്ടിയത്? ഞങ്ങള് അപ്പുറത്തൊക്കെ വെള്ളം എടുത്തു. അപ്പുറത്തുനിന്നൊക്കെ ബോർവെൽ ഉണ്ട് ആ വീട്ടില്. അപ്പൊ ഞങ്ങൾ 2-3 ദിവസത്തേക്ക് വെള്ളം എടുത്തു. 2-3 ദിവസമായിട്ട് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. 3 വീടുണ്ട് ഇവിടെ. അപ്പൊ നമുക്കത് ചെയ്തേ പറ്റൂ. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്തേ പറ്റൂ. തുണി നനയ്ക്കും, അതൊക്കെയാണ് ഏറ്റവും പ്രാഥമിക ആവശ്യം. ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ വണ്ടി വിളിച്ച് വരുത്തേണ്ടി വന്നത്. രാവിലെ ഇത് ബുക്ക് ചെയ്തതാണോ? മറ്റേ ആപ്പ് വഴി ബുക്ക് ചെയ്തതിന്? അതെ, ആപ്പ് വഴി ഇന്നലെയാണ് ബുക്ക് ചെയ്തത്. അപ്പൊ ഇന്ന് പുലർച്ചെ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ രണ്ടാമത് അഗെയിൻ വിളിച്ചപ്പോ സപ്പോർട്ട് തന്നത് അവര്. ഇതാണ് പ്രജൻ, ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഈ തലേദിവസം തന്നെ കെ സ്മാർട്ട് എന്നൊരു ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് അതിൽ ബുക്ക് ചെയ്തതിനു ശേഷം ഈ ടാങ്കർ ഇവിടെ ഈ മേഖലകളിലേക്ക് എത്തും. പക്ഷേ ഈ എല്ലാ മേഖലകളിലേക്കും പെട്ടെന്ന് എത്തുന്നില്ല. കാരണം അത്രയധികം കുടിവെള്ള ടാങ്കറുകളൊന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലില്ല. കാരണം ആയിരക്കണക്കിന് വീടുകളുണ്ട്, വീട്ടുകാരുണ്ട്, പല ഇടവഴികളാണ്. ഇതൊക്കെ ചെറിയ ഇടവഴികളാണ്. ഇവിടെയൊക്കെ ഒരു 10 വീടുകളിലേക്ക് വെള്ളം കൊടുക്കുമ്പോൾ തന്നെ ടാങ്കർ കഴിയും. പിന്നെ വീണ്ടും തിരികെ പോയി ഇത് റീഫില്ല് ചെയ്ത് വരണം. അങ്ങനെ ഒരുപാട് കാലതാമസം നേരിടുന്നുണ്ട് ഈ മേഖലകളിലൊക്കെ. പക്ഷേ ഈ ആളുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് പലപ്പോഴും ഈ കുടിവെള്ള ടാങ്കറുകൾ വെള്ളം നിറച്ച ഈ വീടുകളിൽ നിന്നും അവർ ആ പങ്കുകൊള്ളുകയും ഒപ്പം തന്നെ പൊതു ടാപ്പിൽ നിന്ന് ശേഖരിച്ചുമൊക്കെയാണ്. ഇന്ന് രാത്രിയെങ്കിലും ഇതിൽ പരിഹാരമായില്ലെങ്കിൽ വീണ്ടും വളരെ ബുദ്ധിമുട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്തായാലും ശരി അജീഷ്, തുടരുക. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ വി കെ പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീ വി കെ പ്രശാന്ത്, ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് ഈ കുടിവെള്ളത്തിന്റെ പ്രശ്നം അതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാവാറായിട്ടുണ്ട്. ഏതാണ്ട് ഒരു മിനിറ്റുകൾക്ക് തന്നെ പൂർത്തിയാവും. പക്ഷേ പമ്പ് ചെയ്ത് തുടങ്ങാൻ ഇനിയും സമയമെടുക്കുമെന്നാണ്. അപ്പോൾ 2 ദിവസം കൂടി ആളുകൾ വലയുന്നു. പക്ഷേ ഇനി മണിക്കൂറുകൾ കഴിഞ്ഞ് മാത്രമേ ഈ താഴ്ന്നിടങ്ങളിലേക്ക് വെള്ളം കിട്ടൂ എന്ന് മേയർ തന്നെ അല്പസമയം മുൻപ് പറഞ്ഞു. അപ്പോൾ ജനങ്ങൾക്ക് ബദൽ മാർഗത്തിലൂടെ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പരാതി വ്യാപകമായി ഉണ്ട്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ ഇത്? തീർച്ചയായിട്ടും ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ യോഗം വിളിച്ച് ഞങ്ങളെയും കൂടി വിളിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ ഞങ്ങൾ ആ യോഗത്തിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്നാണ് ബദൽ സംവിധാനങ്ങളും മറ്റുമൊക്കെ സംവിധാനം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയത്. അപ്പൊ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. വാട്ടർ അതോറിറ്റി കൃത്യമായിട്ടുള്ള മുൻകരുതൽ എടുക്കാതെയാണ് ഇത്തരത്തിലൊരു പണി നടത്തിയത് എന്നുള്ളൊരു ആക്ഷേപം ഞങ്ങൾ ആ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. അവിടെ വേണ്ട രീതിയിൽ ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ കുടിവെള്ള വിതരണത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ്.
അരുവിക്കരയിൽ അടക്കം നടക്കുന്ന ഏറ്റവും വലിയ പണികൾ നടക്കുമ്പോൾ പോലും തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരം ക്രൈസിസ് ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ബോധപൂർവമായി ചില ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തികൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് തിരുവനന്തപുരം നഗരത്തിലെ പല ആളുകളും ഞങ്ങളെയൊക്കെ ഫോണിൽ വിളിച്ച് രൂക്ഷമായി കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഞാൻ പറയുകയാണ്, ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മന്ത്രിയും തയ്യാറാകണം. ഇത് പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഈ രീതിയിൽ അല്ല, ഇങ്ങനെ ഇത്തരം പരാതികൾ കൂടുതലായി ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യമാണ്, ഈ ഭരണതലത്തിലുള്ളവർ അത് ഉദ്യോഗസ്ഥ വീഴ്ചയാണ് എന്ന് പറയും. ഇത് ജനങ്ങൾ കേട്ട് മടുത്തിരിക്കുകയാണ്. ശ്രീ വി കെ പ്രശാന്ത്, ജനങ്ങൾക്ക് നേരിട്ട് ഉദ്യോഗസ്ഥരോട് പോയി പരാതി പറയാൻ പറയുമോ? അവർ ജനപ്രതിനിധികളെയാണ് കാണുക, കൗൺസിലർമാരെ കാണുന്നു. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ ഒരുക്കുക എന്നത് ജനപ്രതിനിധികളുടെ കൂടി കടമയല്ലേ? അതിവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. അല്ല, ഇതിന് ആ നിലയിൽ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ 48 മണിക്കൂർ കൊണ്ട് ഈ പണി നടത്താൻ കഴിയും എന്നുള്ള നിലയ്ക്കാണ് വാട്ടർ അതോറിറ്റി അറിയിപ്പ് കൊടുത്തത്. ആ അറിയിപ്പ് കൊടുത്തതിൽ വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്വം തീരുന്നില്ലല്ലോ. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം അതാണ്. ഇതിലിപ്പോ ജനപ്രതിനിധികൾ ഗവൺമെന്റ് ഉത്തരവാദിയാണ് എന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയല്ല. ഇവിടെ സംഭവിച്ചത് എന്താ? വാട്ടർ അതോറിറ്റിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇത് അവധാനതയോട് കൈകാര്യം ചെയ്തില്ല എന്നൊരു ആക്ഷേപമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. നിയമത്തെ ഒരു പ്രവൃത്തി നടത്താൻ വേണ്ടി നഗരത്തിൽ മുഴുവൻ വെള്ളം മുടക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഞാൻ ഇന്നലെ യോഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഈ തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ളം കൈകാര്യം ചെയ്ത് പരിചയ സമ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അല്ലെങ്കിൽ വിരമിച്ചു പോയ ഉദ്യോഗസ്ഥന്മാരുടെ അടക്കം അഭിപ്രായങ്ങൾ തേടണമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 2 or 3 വാൽവുകൾ അടച്ച് ഒരു 6-7 വാർഡുകളിൽ മാത്രം ബുദ്ധിമുട്ട് വരുന്ന നിലയിൽ നമുക്ക് ഈ പണികൾ നടത്താൻ വേണ്ടി കഴിയുമായിരുന്നു. ഇവിടെ സംഭവിച്ചത് എന്താ? നിയമത്തെ നടത്തുന്ന ഒരു പണിയുടെ ഭാഗമായി 44-ലധികം വാർഡുകളിൽ ഏതാണ്ട് 50-ലധികം വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അത് ഗവൺമെന്റ് പരിശോധിക്കണം, മന്ത്രി പരിശോധിക്കണം. അത് പരിശോധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നടപടിയെടുക്കണം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ശരി, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള ഒരു വീഴ്ച എന്നാണ് വി കെ പ്രശാന്ത് എം എൽ എ ഇതിനെ കാണുന്നത്. അതിൽ കൃത്യമായി സർക്കാർ ഇടപെടണം, മന്ത്രിയും ഇടപെടണം എന്നൊരു ആവശ്യം കൂടി MLA മുന്നോട്ട് വയ്ക്കുകയാണ്.